പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ നല്ല രീതിയിലൊരു ഡയറ്റും വർക്കൗട്ടൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇനി വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ. നമ്മുടെ എല്ലാവരുടെയും ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ? ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ മാക്സിമം ഫൈബറും പ്രോട്ടീനും അല്ലെങ്കിൽ വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയ ഫുഡുകൾ ആഡ് ചെയ്തുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കാനും ഒരു ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ നിൽക്കാനും ആരോഗ്യത്തോടെ നിൽക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഇതിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജത്തിൻ്റെ അളവ് വളരെ കുറയ്ക്കുകയും വേണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ വയറിലേക്ക് കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ദിവസവും കഴിക്കാൻ പറ്റിയിട്ടില്ല, അതായത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല, ഒരു ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ഫുഡുകളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവ ഉപയോഗിച്ചിട്ടുള്ള ഉപ്പുമാവാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. കാരണം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല കൊഴുപ്പും അതേപോലെ തന്നെ ഗുഡ് ഫാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റവ എന്ന് പറയുമ്പോൾ. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് അമിതമായിട്ട് ഓയിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കരുത്. അല്ലാതെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മൾ ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മുട്ടയാണ്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഡയറ്റും വർക്കൗട്ടൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിലും അല്ലെങ്കിൽ ഭക്ഷണത്തിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എഗ് വൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ. ഈ ഒരു കാര്യത്തിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ഓംലേറ്റ് ആയിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ നമ്മൾ പുഴുങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, എഗ് വൈറ്റ് മാത്രം കേട്ടോ. ഈ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മുട്ട എന്ന് പറയുമ്പോൾ. അത് നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് രീതിയിൽ ഉപയോഗിച്ച് വരാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞെങ്കിൽ യോഗട്ടാണ്. ഈ ഒരു കാര്യം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കാൽസ്യം, പ്രോട്ടീൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഈ യോഗട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ നേരത്തെ മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കലോറി വാല്യൂ കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അമിതമായിട്ട് കഴിക്കുകയും ചെയ്യരുത്. അപ്പോൾ യോഗട്ടും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഫുഡാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓട്സ് ആണ്. എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഓട്സ് പാലിലൊക്കെ കുറുക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഗ്ലൈസാമിക് ഇൻഡെക്സ് കുറഞ്ഞ ഓട്സിനൊപ്പം നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന് നമുക്ക് മധുരത്തിന് പകരം തേൻ ഉപയോഗിക്കുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള രീതി. അപ്പോൾ ഈ ഓട്സിലും ഫൈബർ കണ്ടൻറ്റൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ഓട്സ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ഫുഡാണ് ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് വൺ പറയാൻ പോകുന്നത് കടലപ്പരിപ്പാണ്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് കടലപ്പരിപ്പ് എന്ന് പറയുമ്പോൾ. ഇത് നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കടലപ്പരിപ്പിൽ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു സലാഡൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും സുലഭമായി കിട്ടുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോയത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഡയറ്റിൽ പറയുന്നത് ഒരു നിശ്ചിതമായിട്ടുള്ള ഫുഡായിരിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ഇന്ന കാര്യമാണ് രാവിലെ നമ്മൾ കഴിക്കേണ്ടത്, അതില്ലെങ്കിൽ ഇത് അങ്ങനെയൊക്കെയായിരിക്കും പറയുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഡയറ്റും വർക്കൗട്ടൊക്കെ ഫോളോ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാം.